നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നിൽ വൈറ്റമിനുകൾക്ക് പങ്കുണ്ട്. ശരീരത്തിൽ വൈറ്റമിനുകളുടെ അളവിലുണ്ടാകുന്ന കുറവുകൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ ചർമ്മ സംബന്ധമായും കേശ സംബന്ധവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പ്രധാനമായും എ, ബി, സി, ഡി, ഇ, കെ വൈറ്റമിനുകളാണ് ഉള്ളത്. ഇതിൽ ബി, സി എന്നിവ വെള്ളത്തിൽ അലിയുന്നവയും എ, ലി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ അലിയുന്നവയുമാണ്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി ഒക്കെ കഴിക്കുമ്പോൾ കൊഴുപ്പുള്ള ആഹാര പദാർത്ഥങ്ങൾ കൂടി കഴിക്കണം എന്ന് പറയുന്നത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും വളർച്ചയ്ക്കും വികാസത്തിനും നല്ല ധാതുക്കളും പോഷകങ്ങളും ജീവകങ്ങളും എല്ലാം അടങ്ങിയ സമീകൃത ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. ഇവയുടെ അഭാവം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാഴ്ചശക്തിക്ക് ഏറ്റവും പ്രധാനമാണ് വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ. വെളിച്ചം കുറഞ്ഞ അവസ്ഥയിലുള്ള കാഴ്ച വൈകല്യം വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. നമ്മുടെ കരളിലൊക്കെ ഈ വൈറ്റമിൻ എ സൂക്ഷിച്ചു വയ്ക്കുന്നതിനാൽ ചെറിയ രീതിയിലുള്ള കുറവ് മൂലം വലിയ ലക്ഷണങ്ങളൊന്നും കാണിച്ചെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്നത് ടോക്സിസിറ്റിക്ക് കാരണമാകാം. ആടിന്റെ കരൾ, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, സ്പൈനാഷ് പോലെയുള്ള പച്ചിലകൾ, ആപ്രിക്കോട്ട്സ്, മാംഗോ തുടങ്ങിയവയിൽ വൈറ്റമിൻ എ കൂടുതലായി കാണപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വൈറ്റമിൻ എ ആണ് മൃഗങ്ങളിൽ കാണുന്നത്. ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള പഴങ്ങളിൽ കൂടുതലായും വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. കാരണം ഈ നിറങ്ങൾ കൊടുക്കുന്നത് പ്രോ വൈറ്റമിൻ എ ആയ ബീറ്റാ കരോട്ടിൻ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ പ്രോ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിലെത്തുകയും അതിനെ വൈറ്റമിൻ എ ആക്കി മാറ്റി ശരീരം ഉപയോഗിക്കുകയും ചെയ്യും. എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിലും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിലും വൈറ്റമിൻ ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാൽസ്യത്തിന്റെ ആഗിരണത്തിന് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാലോ അത് കാൽസ്യം കുറയുന്നതിന് കാരണമാകുന്നു. ഇതുമൂലം അസ്ഥിവേദന, പേശികളുടെ ബലഹീനത, മരവിപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വൈറ്റമിൻ ഡി കുറയുന്നത് മുടി കൊഴിച്ചിലിനും ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നു. കൊഴുപ്പിൽ അലിയുന്ന ഒരു പോഷകമാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിലൂടെയാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി കിട്ടുന്നത്. മത്സ്യങ്ങൾ, മുട്ടയുടെ മഞ്ഞ, കൂൺ തുടങ്ങിയവയിൽ ഒക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ എടുക്കുമ്പോൾ വെള്ളം കുടിക്കേണ്ടത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻ ഡി യൂറിൻ വഴി പുറത്തേക്ക് പോകില്ല. വൈറ്റമിൻ ഡി കാൽസ്യം ആഗിരണം വർദ്ധിപ്പിക്കുന്നു. കാൽസ്യത്തിന്റെ ഗുണങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാൽ അധികമായാൽ കാൽസ്യം കിഡ്നിയിൽ അടിഞ്ഞുകൂടുകയും അത് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്നത് വഴി യൂറിനെ നേർപ്പിക്കുകയും കാൽസ്യം ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് തടയുകയും കിഡ്നിയിലെ ഡാമേജ് കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ കാൽസ്യം മൂലം കിഡ്നിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് വെള്ളം അധികം കുടിക്കുന്നത്. ശരീരത്തിന്റെയും ചർമ്മത്തിന്റെയും മുടിയുടെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങളിൽ പ്രധാനിയാണ് ആന്റി ഓക്സിഡന്റായ വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ നിരവധിയാണ്. ആരോഗ്യകരമായ ചർമ്മം, കണ്ണുകൾ, രോഗപ്രതിരോധ പ്രവർത്തനം എന്നിവയെ പിന്തുണയ്ക്കുകയും ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇവയുടെ കുറവ് കൈകളിലും കാലുകളിലും മരവിപ്പ്, പേശികളുടെ ബലഹീനത, മുടി കൊഴിച്ചിൽ, ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. പ്രത്യുൽപാദന ആരോഗ്യത്തിന് പ്രധാനമാണ് വൈറ്റമിൻ ഇ. സൺഫ്ലവർ സീഡ്സ്, ആൽമണ്ട്, ഹേസൽനട്ട്, പീനട്ട്, ഒലീവ് ഓയിൽ, അവക്കാഡോ, ചീര തുടങ്ങിയവയിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ രക്തസ്രാവം ഉണ്ടാകാതെ ഇരിക്കാൻ രക്തം കട്ട പിടിക്കേണ്ടത് പ്രധാനമാണല്ലേ? അതിനു പിന്നിലെ പ്രധാന പോഷകമാണ് വൈറ്റമിൻ കെ. ചില ആളുകളിൽ മുറിഞ്ഞ ഭാഗത്ത് രക്തം കട്ട പിടിക്കാതിരിക്കുകയും ചെറുതായി മുറിഞ്ഞാൽ പോലും അമിതമായ അളവിൽ രക്തം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. വലിയ രീതിയിൽ ശരീരത്തിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥ ജീവന് തന്നെ ഭീഷണിയാകും. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതിനു പുറമെ അസ്ഥികളുടെ ആരോഗ്യത്തിലും ഹൃദയാരോഗ്യത്തിലും വൈറ്റമിൻ കെ നിർണായക പങ്ക് വഹിക്കുന്നു. നാറ്റോ, ചീര പോലെയുള്ള പച്ചിലകൾ, ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, വെണ്ടയ്ക്ക തുടങ്ങിയവയിൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും അത്യാവശ്യമായ പോഷകമാണ് വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്. ഇത് കുറയുന്നത് മോണയിൽ രക്തസ്രാവത്തിന് ഇടയാക്കാറുണ്ട്. ഈ അസുഖമാണ് സ്കർവി. ചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ അകറ്റുകയും ചർമ്മം യുവത്വമുള്ളതാക്കി നിലനിർത്തുകയും ചെയ്യുന്നതിൽ ഇതിന് പങ്കുണ്ട്. പേരയ്ക്ക, ക്യാപ്സിക്കം, പപ്പായ, ഓറഞ്ച്, ബ്രോക്കോളി തുടങ്ങിയവയിലെല്ലാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി കുറയുന്നതുമൂലം സന്ധിവേദന, മുട്ടുവേദന, മുറിവുണങ്ങാൻ താമസം, ചർമ്മ പ്രശ്നങ്ങൾ, രോഗപ്രതിരോധ ശേഷി കുറവ് എന്നിവയ്ക്ക് കാരണമാകും. കൂടാതെ കണ്ണുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെയും ബാധിക്കാം. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം തലമുടി വരണ്ടതാകാനും സാധ്യതയുണ്ട്. കൊളാജൻ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും കണ്ണിലെ കോർണിയയ്ക്കും മാംസപേശികൾക്കും എല്ലാം അത്യാവശ്യമാണ്. ആവശ്യത്തിന് വൈറ്റമിൻ സി ഇല്ലെങ്കിലോ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ ശരിയായി നിർമ്മിക്കപ്പെടാതെ വരികയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്യുന്നു. വൈറ്റമിൻ സി സെറം ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഫ്രീ റാഡിക്കൽ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ സി സെറം ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകുകയും കറുത്ത പാടുകളും പിഗ്മെന്റേഷനും കുറയ്ക്കുകയും കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി നേർത്ത വരകൾ, ചുളിവുകൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഈ വൈറ്റമിൻ സിക്ക്.
വൈറ്റമിൻ B1, B2, B3, B5, B6, B7, B9, B12 എന്നിങ്ങനെ 8 പോഷകങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ. ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അത് യൂറിൻ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ വലിയ രീതിയിൽ വൈറ്റമിൻ ബി സൂക്ഷിച്ചു വയ്ക്കാറില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ വൈറ്റമിൻ ബിയുടെ അഭാവം സാധാരണയായി ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ B12 കൊബാൽമിൻ എന്നും അറിയപ്പെടുന്നു. ആരോഗ്യകരമായ നാഡീ സംവിധാനം നിലനിർത്തുന്നതിനും അരുണ രക്താണുക്കളുടെ രൂപീകരണത്തിനും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ചർമ്മം, മുടി, നഖങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ബെറിബെറി. വൈറ്റമിൻ B3 കുറഞ്ഞാൽ പെല്ലഗ്ര എന്ന അസുഖത്തിന് കാരണമാകുന്നു. വൈറ്റമിൻ B12ന്റെ അഭാവം സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് കൈകൾക്കും കാലുകൾക്കും അനുഭവപ്പെടുന്ന തരിപ്പ്. വായിലുണ്ടാകുന്ന അൾസറിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വൈറ്റമിൻ ബിയുടെ കുറവ്. ബീഫ് ലിവർ, മീൻ, ചിക്കൻ, മുട്ട, പാൽ, ധാന്യങ്ങൾ എന്നിവയൊക്കെ വൈറ്റമിൻ ബിയുടെ ഉറവിടമാണ്. എന്നാൽ വൈറ്റമിൻ ബി അമിതമായി കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ ബാധിക്കാറുണ്ട്. ദഹനക്കേട്, ഉറക്കക്കുറവ് തുടങ്ങിയവയ്ക്ക് ചിലപ്പോൾ കാരണമാകാം.